ഇതാണ് ഒളിമ്പസ് EM1 Mark II. ഇതൊരു പഴയ ക്യാമറയാണ്, പക്ഷേ ഇന്നും നല്ലൊരു ഫാൻ ബേസ് ഉള്ളൊരു ക്യാമറയാണ്. അപ്പം ഈ 2026 ഇത് വർത്താണോ, ഇതിൻ്റെ ഇമേജ് ക്വാളിറ്റി, ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, ഇതിൻ്റെ യൂസബിലിറ്റി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. (2016) ഈ ക്യാമറ റിലീസ് ചെയ്യുന്നത്. മൈക്രോ ഫോർ തേർഡ് സെൻസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 20.4 മെഗാപിക്സലാണ്. നല്ലൊരു ക്യാമറയാണ്. നല്ല കയ്യിലൊക്കെ പിടിച്ചാൽ നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ്. നല്ല ഗ്രിപ്പുണ്ട്. പിന്നെ ഇതിന് നല്ലൊരു സ്ട്രോങ് ഒരു ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. IBIS വെതർ സീൽഡാണിത്. നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റ് കണ്ടീഷനിലും യൂസ് ചെയ്യാം. മഴയാണേലും മഞ്ഞാണേലും വെയിലാണേലും എന്താണേലും നോ പ്രോബ്ലം. ഈ ക്യാമറ കൈ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ കേട്ടോ. നല്ല ഇതിൻ്റെ ഗ്രിപ്പ് ഉണ്ടോ, നല്ല ഗ്രിപ്പും ഉണ്ട്. അത്യാവശ്യം നല്ല സോളിഡ് ഫീലാണിത്. ഈ ക്യാമറയുടെ ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ് കേട്ടോ. നല്ലൊരു ഫീലുണ്ട്. നമ്മുടെ കൈ പിടിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു സ്ട്രോങ് ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇത് വെതർ സീലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റിലും നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടും കൂടാതെ ഉപയോഗിക്കാം. ഇത് മഴയത്തോ വെയിലത്തോ മഞ്ഞത്തോ പൊടിയിലോ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്ന് വെച്ച് പൊടിക്കകത്തിട്ട് ഇറക്കി വെക്കണം എന്നല്ല പറഞ്ഞേ. നമുക്ക് നമ്മുടെ ഒരു മൈൻഡ് ഫ്രീ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഇത് കുറേ കസ്റ്റമൈസബിൾ ബട്ടൺസും ഡയൽസും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കത് വേണമെങ്കിൽ ഇതുണ്ടോ, രണ്ട് മുകളിലും ടോപ്പ് ഇതിലുമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാം നമുക്ക്. ഈ ക്യാമറയ്ക്ക് 20.4 മെഗാപിക്സലേ ഉള്ളൂ. ഇപ്പോഴത്തെ പുതിയ ക്യാമറയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ വളരെ ശോകമാണ്. പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്ന പിക്ചേഴ്സ് നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. ഈ ഒളിമ്പസ് ക്യാമറയുടെ കളർ സയൻസ് വളരെ നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇത് സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ക്യാമറ JPEG ആണെങ്കിലും നല്ല രസമുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ ട്രാവൽ ഫോട്ടോഗ്രാഫറോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ക്യാമറയാണിത്. അത് നിങ്ങൾ ഇത് ഷൂട്ട് ചെയ്യാം. JPEG സ്ട്രേറ്റ് ഔട്ട് ഓഫ് ക്യാമറ JPEG തന്നെ വളരെ നല്ലതാണ്. ഇതിനകത്ത് മിനിമൽ എഡിറ്റ്സ് ഒക്കെ മതി. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഓട്ടോ ഫോക്കസ് നിങ്ങൾക്ക് ഈ ക്യാമറയിൽ നിന്ന് കിട്ടും കേട്ടോ. എന്ന് വെച്ച് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ക്യാമറകളോടൊന്നും താരതമ്യം ചെയ്യരുത്. അത്രയൊന്നും അതിൻ്റെ അടുത്തൊന്നും വരത്തില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓട്ടോ ഫോക്കസ് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ ആക്ഷൻ സ്പോർട്സ് ഇതിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ക്യാമറ. പിന്നെ മെക്കാനിക്കൽ ഷട്ടറിൽ മാക്സിമം 10 FPS ആണ് ഇതിൻ്റെ ബേഴ്സ്റ്റ് റേറ്റ്. ഇലക്ട്രോണിക് ഷട്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ up to 60 frames per second നിങ്ങൾക്ക് ബേഴ്സ്റ്റ് റേറ്റ് കിട്ടും.
എന്നെ സംബന്ധിച്ചിടത്തോളം അത് ധാരാളമാണ്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ക്യാമറയായിട്ടൊന്നും താരതമ്യം ചെയ്യരുത്. ഇത് 2016 ഇറങ്ങിയ ഒരു ക്യാമറയാണ്. സോ അതിൻ്റെ ഇത് വെച്ചുകൊണ്ട് ഇതിനെ നോക്കി കാണാവുള്ളൂ. EM1 Mark IIൻ്റെ ഒരു സ്ട്രോങ് പോയിൻ്റാണ് അതിൻ്റെ സൂപ്പർബ് ഇമേജ് സ്റ്റെബിലൈസേഷൻ. നിങ്ങൾക്കിപ്പോൾ ഒരു ഹാൻഡ് ഹെൽഡ് ആയിട്ട് ഒരു വാട്ടർഫോളിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലോങ് എക്സ്പോഷറൊക്കെ ഇപ്പം നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുവാണെങ്കിൽ എടുക്കണമെങ്കിൽ ട്രൈപോഡ് ചിലപ്പോൾ നമുക്കത് കൂടുതൽ ഒരു ബേർഡൻ ആയിരിക്കും. അപ്പം ഹാൻഡ് ഹെൽഡായിട്ട് നിങ്ങൾക്ക് ഇതിനകത്തത് എടുക്കാൻ പറ്റും. വളരെ ലോ ഷട്ടർ സ്പീഡിൽ പോലും നമുക്ക് നല്ല ചിത്രങ്ങൾ കിട്ടും. ഇതിൽ വീഡിയോയും നമുക്ക് ഷൂട്ട് ചെയ്യാം, പക്ഷേ 4K 25 FPS വരെ എങ്ങാണ്ടേ ഉള്ളൂ. വീഡിയോ സൈഡ് അത്രയും പോരാ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഫോട്ടോഗ്രാഫിക്ക് ആണ് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത്യാവശ്യം വല്ലതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു സിനിമ 4K എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടി ഉണ്ട് ഇതിന്. വീഡിയോഗ്രാഫിയിലും ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് കേട്ടോ. IBSൻ്റെ ഇതുണ്ട്, അതുകൊണ്ട് സ്റ്റഡി ഷോട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രീ ക്യാപ്ചർ മോഡാണ്. ബേർഡ് ഫോട്ടോഗ്രാഫിയിലൊക്കെയാണ് അത് കൂടുതലായിട്ട് നമുക്ക് യൂസ് ആവുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈറസ് ഷോട്ടുകൾ നമുക്ക് എടുക്കാം. ഹൈറസ് ഷോട്ട് മീൻസ് ഇതിൻ്റെ റെസൊല്യൂഷൻ 20.4 ആണല്ലോ. ഹൈ റെസൊല്യൂഷനുള്ള ഷോട്ടുകൾ നമുക്ക് ഇതിനകത്ത് എടുക്കാം. അത് ഹാൻഡ് ഹെൽഡും എടുക്കാം, ട്രൈപോഡ് യൂസ് ചെയ്തും എടുക്കാം. ഹാൻഡ് ഹെൽഡ് ആണെങ്കിൽ 50 മെഗാപിക്സൽ, ഇപ്പം ട്രൈപോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ 80 മെഗാപിക്സൽ. ഹൈറസ് ഇതെന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിൻ്റെ തന്നെ കുറേ സീരീസ് ഓഫ് ഫോട്ടോസ് എടുത്തിട്ട് അതെല്ലാം കൂടെ കമ്പൈൻഡ് ആക്കി തരുന്നതാണ് ഹൈറസ് ഷോട്ട്. പക്ഷേ അന്നേരം ഫയൽ സൈസ് കൂടുതലായിരിക്കും, റെസൊല്യൂഷൻ അത്രയും ഉണ്ടല്ലോ. അത് മെയിനായിട്ട് ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ യൂസ് ആവും. കാരണം ഈ 20.4 മെഗാപിക്സൽ റെസൊല്യൂഷൻ ഒന്നും പോരായിരിക്കും അവർക്ക്. ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫേഴ്സിന് യൂസ്ഫുൾ ആയിരിക്കും ഇത്, ഈ ഹൈറസ് ഷോട്ട്. ഇനി നമുക്കിതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒന്ന് നോക്കാം. പ്രോസ് ആണ് കൂടുതൽ, പക്ഷേ കോൺസും ഉണ്ട്. ആദ്യം പ്രോസ് നോക്കാം. ഇത് ബിൽഡ് ക്വാളിറ്റി, നല്ല സ്റ്റേഡി ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിന്. കയ്യിലൊക്കെ പിടിച്ചാൽ നല്ല ചിമുട്ട സാധനമാണ്. പിന്നെ സെക്കൻഡ്, സ്ട്രോങ് ഒരു ഇമേജ് സ്റ്റെബിലൈസേഷൻ. നിങ്ങൾക്ക് ലോ ഷട്ടർ സ്പീഡ് വരെ നിങ്ങൾക്ക് ഹാൻഡ് ഹെൽഡായിട്ട് ഇത് ഷൂട്ട് ചെയ്യാം. ഇപ്പോഴത്തെ പുതിയ പല ക്യാമറകൾക്കും അത് പറ്റത്തില്ല. സോ പക്ഷേ ഈ 2016 പുറത്തിറങ്ങിയ ഈ EM1 Mark II നിങ്ങൾക്ക് ധൈര്യമായിട്ട് വളരെ ലോ ഷട്ടർ സ്പീഡിലും നിങ്ങൾക്ക് ഹാൻഡ് ഹെൽഡായിട്ട് നിങ്ങൾക്ക് ഇമേജസ് എടുക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ. അത് ഈവൻ സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ക്യാമറ JPEGs പോലും നല്ല മനോഹരമായ കളർ സയൻസിൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം. നാലാമത്, ഇപ്പോഴത്തെ പുതിയ ക്യാമറകളുടെ അത്രയൊന്നും വരത്തില്ലെങ്കിലും അത്യാവശ്യം നല്ല ഒരു ഓട്ടോ ഫോക്കസ്. നിങ്ങൾക്ക് സ്പോർട്സ് ആണേലും വൈൽഡ് ലൈഫ് ആണേലും ആക്ഷൻസ് ആണേലും എല്ലാം നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റം ഉണ്ട് ഇതിന്. അഞ്ചാമത്തേത് കോമ്പാക്ട് ബോഡി സൈസ്. ഇതിൻ്റെ സൈസ് കണ്ടോ, വലിയ വലിപ്പമൊന്നുമില്ല, നമ്മുടെ കയ്യിലൊക്കെ നല്ല ഒതുങ്ങി ഇരിക്കുന്ന ഒരു സൈസ്. പിന്നെ ആറാമത് വരുന്നത് ഇതിൻ്റെ ലെൻസസ് ആണ്. വൈഡ് റേഞ്ച് ഓഫ്, ഇപ്പോൾ ഒളിമ്പസിൻ്റെ തന്നെ ലെൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലൂമിക്സിൻ്റെ ലെൻസസ് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അതെല്ലാം വളരെ ചെറിയ ലെൻസുകളായിരിക്കും, അതിൻ്റെ കോമ്പാക്ട് ലെൻസുകളായിരിക്കും. വലിയ വിലയില്ല, നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്കത് കിട്ടുകയും ചെയ്യും. അതൊരു വലിയ കാര്യമാണ്. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. ഫോട്ടോഗ്രാഫേഴ്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്നാമത് ഇതിൻ്റെ ലോ ലൈറ്റ് കേപ്പബിലിറ്റി. അത് അത്ര നല്ലതല്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, മൈക്രോ ഫോർ തേർഡ്സ് സെൻസറാണ്. അപ്പോൾ APS-C അല്ലെങ്കിൽ ഫുൾ ഫ്രെയിം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് വളരെ ലോ ക്വാളിറ്റിയാണ്, ലോ ലൈറ്റ്. രണ്ടാമത്, ഇതിൻ്റെ മൈക്രോ ഫോർ തേർഡ് സെൻസറിൻ്റെ ലിമിറ്റേഷൻസ് ഒത്തിരി ഉണ്ട് കമ്പയർഡ് ടു APS-C ആൻഡ് ഫുൾ ഫ്രെയിം.
അതൊരു കോണാണ്. മൂന്നാമത് വരുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് AI ഫീച്ചേഴ്സ് ഒന്നും ഇല്ല ഇതിന്. ഒരു പ്രൊഫഷണൽ ആ ടൈമിലുള്ള ഒരു പ്രൊഫഷണൽ ക്യാമറയാണ്, പക്ഷേ ഇപ്പോഴത്തെ ആ AI ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. അതൊരു കോണായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. പക്ഷേ എന്നാലും പ്രോസാണ് കൂടുതൽ. അപ്പോൾ ഫൈനൽ തോട്ട്, 2026 ഒളിമ്പസ് EM1 Mark II വാങ്ങുന്നത് വർത്താണ്. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്കിത് യൂസ് മാർക്കറ്റിൽ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മേടിച്ചോ. നല്ലൊരു ക്യാമറയാണ്, വർത്താണ് മേടിക്കുന്നത്. കാരണം ഇപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനൊന്നുമില്ല, യൂസ് മാർക്കറ്റിലേ കിട്ടത്തുള്ളൂ. അത്യാവശ്യം നല്ല പ്രൈസിൽ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും മേടിച്ചു. കാരണം നല്ല സ്റ്റേഡി ഒരു ക്യാമറയാണ്, വെതർ സീൽഡാണ്, അത്യാവശ്യം നല്ല ഓട്ടോ ഫോക്കസ് ഉണ്ട്, പിന്നെ നല്ലൊരു ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. എത്ര ലോ ഷട്ടർ സ്പീഡിൽ നിങ്ങൾക്ക് നല്ല ചിത്രങ്ങൾ എടുക്കാം. അങ്ങനെ ധാരാളം പ്രോസ് ഇതിനുണ്ട്. അപ്പം നല്ല ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ, വർത്താണ്. അപ്പോൾ ഇതാണ് ഒളിമ്പസ് EM1 Mark II ക്യാമറയുടെ ഒരു ചെറിയ റിവ്യൂ പ്ലസ് എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ ക്യാമറ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് എൻ്റെ സിസ്റ്റർ ഗിഫ്റ്റ് തന്നതാണ്. അപ്പം അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ഒരു കിറ്റ് ലെൻസ് ആണ്, 14-42 mm കിറ്റ് ലെൻസ്, ഒളിമ്പസിൻ്റെ തന്നെ. എനിക്ക് നല്ല ഇതാണ്. ഞാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷൻ ടൈപ്പ് ഫോട്ടോഗ്രാഫി, അതിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതിന് കുറച്ച് വേറെ ഇതുണ്ട് കേട്ടോ, ആർട്ട് എന്നൊക്കെ പറഞ്ഞൊരു, ഈ നമ്മുടെ ഫ്യൂജി ഫിലിമിൻ്റെ ഫിലിം സിമുലേഷൻസ് ഇല്ലേ, ആ രീതിയിൽ ഒളിമ്പസിന് ഒരു ആർട്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. കുറേ ഫിലിം സിമുലേഷൻ ടൈപ്പ്, അതായത് ഈ ഫിൽറ്റർ ടൈപ്പ് ഇതൊക്കെ. പക്ഷെ അത് നല്ല നിങ്ങൾക്കത് എക്സ്പെരിമെൻ്റ് ചെയ്യാം. നല്ല രസമുള്ള കുറേ ഫിലിമല്ല, മീൻസ് ഫിൽറ്റർ ടൈപ്പ് ഇതുണ്ട്. എനിക്കതിനകത്ത് ഒരു ഗ്രെയിനി 2, അതായത് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്, നമ്മുടെ ഫിലിം ടൈപ്പ് ഒരു ലുക്കൊക്കെ ഉണ്ട് അതിന്. നിങ്ങളതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ആരെങ്കിലും ഈ ഒളിമ്പസ് EM1 Mark II യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ യൂസർ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.